വീർ ബഹൂട്ടി സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഇതിൽ പാഠപുസ്തകത്തിൻ്റെ 9-ാം പേജാണ്, പേജ് നമ്പർ 9. 1981 का साल 1981 साल ईयर. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക്ക്, ആ സെൻറ്റൻസിലുള്ള ലാസ്റ്റ് ഭാഗമായിട്ടുള്ള ഫുലേര ജംഗ്ഷൻ. അപ്പോൾ രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക്ക് ഫുലേര ജംഗ്ഷൻ, രാജസ്ഥാനിലെ ജയ്പൂരിന് അടുത്തുള്ള ഫുലേര ജംഗ്ഷൻ. ജയ്പൂർ ഇൻ രാജസ്ഥാൻ, ഫുലേര ജംഗ്ഷൻ നിയർ ജയ്പൂർ. അപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള ഫുലേര ജംഗ്ഷൻ. ഇനി അതിനുള്ളിലുള്ള സവാരി ഗാഡിയോം ഓർ മാൽ ഗാഡിയോം സെ സദാ ഭര ഫുലേര ജംഗ്ഷൻ. ഫുലേര ജംഗ്ഷൻ കേസാ ഹെ, ആ ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് വിവരിക്കുന്നത്. സവാരി ഗാഡിയോം യാത്രാ വണ്ടികൾ, പാസഞ്ചർ ഗാഡിയോം, ഗാഡി എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, और വെഹിക്കിൾസ് और മാൽ ഗാഡിയോം സെ ഗുഡ്സ് വെഹിക്കിൾസ്. അപ്പോൾ ചരക്ക് വണ്ടികളാലും സദാ ഭര എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഫുലേര ജംഗ്ഷൻ. ഫുലേര ജംഗ്ഷൻ ഓൾവേസ് ഫുൾ ഓഫ് പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഫ്രൈറ്റ് വെഹിക്കിൾസ്. कस्बे की लगभग सूनी तंग गलियाँ. कस्बे की അങ്ങാടി, മാർക്കറ്റ്, മാർക്കറ്റിനോട് ലഗ്ബഗ്. അപ്പോൾ ഇതിൽ അർത്ഥമെടുക്കുമ്പം കസ്ബേക്ക് ലഗ്ബഗ്, അങ്ങാടിയിൽ ഏകദേശം, അങ്ങാടിയിൽ എല്ലായിടത്തും സൂനി തങ് ഗലിയ, സൂനി വിജനമായ, ശൂന്യമായ, തങ് ഗലിയ, തങ് ഇടുങ്ങിയ തെരുവ്, വഴികൾ, നാരോ സ്ട്രീറ്റ്. തങ്ക് ഗലിയ നാരോ സ്ട്രീറ്റ്, സൂനി നോബഡി ദർ, അല്ലേ, ആരുമില്ലാത്ത ഇടുങ്ങിയ വഴികൾ. കസ്ബേക്ക് ലഗ്ബഗ്. അപ്പോൾ അങ്ങാടിയിൽ, മാർക്കറ്റിൽ ഇടുങ്ങിയ ആരുമില്ലാത്ത വഴികളാണ് ഒരുവിധം ഉള്ളതെല്ലാം. അതാണ് ലഗ്ബഗ് കൊടുക്കാൻ കാരണം. ഗലിയോമേ ഖാമോഷ് ഘടെ, ഗലിയോമേ ആ സ്ട്രീറ്റിൽ, ഗലി സ്ട്രീറ്റ്, ആ വഴിയിൽ, ആ തെരുവിൽ, ഖാമോഷ് ഘടെ നിശബ്ദമായി നിൽക്കുന്ന, ഘടെ നിൽക്കുന്ന, ബിജലി കെ ഖംബെ, ബിജലി ഇലക്ട്രിക്, ബിജലി കെ ഖംബെ ഇലക്ട്രിക് പോസ്റ്റ്. അപ്പോൾ ആ സ്ട്രീറ്റിൽ ഖാമോഷ് സൈലൻ്റായിട്ട് ഒരു ശബ്ദവുമില്ലാതെ നിൽക്കുന്ന ബിജലി കെ ഖംബെ ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖംബോं के बीच, ആ പോസ്റ്റുകൾക്ക് ബീച്ച് ഇടയിലൂടെ, ഗിഞ്ചി വലിച്ചിരിക്കുന്ന, താരോं की कतारें, താരോं की कतारें ലൈൻസ് ഓഫ് വയേഴ്സ്. ഖംബോं के बीच ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിലൂടെ, ഗിഞ്ചി വലിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികളുടെ നിരകൾ. അതായത് ഒരുപാട് വൈദ്യുത കമ്പികൾ പോസ്റ്റിനിടയിലൂടെ വലിച്ചിരിക്കുന്നു. റോസ് ഓഫ് വയർ ഡ്രോൺ ബിറ്റ്വീൻ പില്ലേഴ്സ്. അപ്പോൾ വൈദ്യുത പോസ്റ്റുകൾക്കിടയിലൂടെ ഒരുപാട് വയറുകൾ, അതായത് കമ്പികൾ വലിച്ചിരിക്കുന്നു, വൈദ്യുത കമ്പികൾ വലിച്ചിരിക്കുന്നു. ഖംബോं के बीच പോസ്റ്റുകൾക്കിടയിലൂടെ വലിച്ചിരിക്കുന്ന, താരോं की कतारें വൈദ്യുത കമ്പികളുടെ നിരകൾ, വരി വരിയായിട്ട് ഒരുപാടെണ്ണം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഇൻ ഖലിയോമേ ഈ സ്ട്രീറ്റിൽ, ഈ തെരുവിൽ, ജഹാൻ തഹാം അവിടെ ഇവിടായിട്ട്, വേറെവർ, ദിഖായി പെടുത്തെ കാണുന്നു, മീട്ടി ഘണ്ടിയാ ബജാത്തെ, മീട്ടി ഘണ്ടിയാ മധുരമുള്ള, ഘണ്ടി എന്ന് പറഞ്ഞാൽ ബെല്ല് എന്നാ, ബജാത്തെ, ബജാന
റിങ് ചെയ്യുക, മധുരമുള്ള ബെല്ലടിക്കുന്ന ഫേരി വാലെ കച്ചവടക്കാർ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബെല്ലുകൾ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ. അപ്പോൾ ഇൻ ഗലിയോമേ, മധുരമുള്ള ഘണ്ടിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സൗണ്ട്, ആ ശബ്ദം വളരെ ഇമ്പമാർന്നതാണ്, നല്ലതാണ് എന്നുള്ള, അതായത് പലതരത്തിലാണ് അവർ കച്ചവടക്കാർ ബെല്ല് റിങ് ചെയ്യുന്നത്. ഇൻ ഗലിയോമേ ജഹാൻ തഹാൻ ദിഗായി പെടുത്തെ, ഈ സ്ട്രീറ്റിൽ അവിടെ ഇവിടെ ആയിട്ട് കാണപ്പെടുന്നു. മീട്ടി ഘണ്ടിയാം ബജാത്തെ, മധുരമുള്ള ബെല്ലടികൾ ഉണ്ടാക്കുന്ന ഫേരി വാലെ കച്ചവടക്കാർ. ഏക് അന്ധേരി സി ഗലീമേ, ഒരു അന്ധേരി എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള, അന്ധേരി സി ഇരുട്ട് പോലുള്ള, ഗലീമേ ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിൽ, സാത്ത് ഗദോं की गुर्रों की टापों की आवाज़ें. അപ്പോൾ एक अंधेरी सी गली में, ഒരു ഇരുട്ടുള്ള, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ തരത്തിലുള്ള, അന്ധേരി സി ഇരുട്ട് പോലുള്ള, ഗലീമേം സ്ട്രീറ്റിൽ, സാത്ത് ഗദോं की 6-7 ഗദോं की കഴുതകളുടെ, ഗുർറോं की टापों की आवाज़ें, ഗുർറോ എന്ന് പറഞ്ഞാൽ കഴുതകളുടെ ശബ്ദമാണ്. ടാപ്പോं की आवाज़ें, ടാപ്പ് കുളമ്പടി, അപ്പോൾ ടാപ്പോं की आवाज़ें കുളമ്പടി ശബ്ദങ്ങൾ. അപ്പോൾ ഒന്നും കൂടെ അവിടെ നോക്കാം. ജഹാൻ തഹാൻ വേറെവർ, അവിടെ അവിടെ ആയിട്ട്. ഫേരി വാലെ എന്ന് പറഞ്ഞാൽ ഹോക്കർ കച്ചവടക്കാരുണ്ട്, അപ്പോൾ അവിടെ അവിടെ ആയിട്ട് കച്ചവടക്കാരുണ്ട്. वो तो क्या है, ഗണ്ടിയാം ബജാത്തെ ഹേ, ബെല്ല് അടിക്കുന്നുണ്ട്. एक अंधेरी सी गली है, इन्हें डार्क स्ट्रीट, ഒരു ഡാർക്ക് സ്ട്രീറ്റ് ആണ്. मेक 6 to 7 donkeys hooves and hoofs, है उनके पीछे. तो देखना, एक अंधेरी सी गली में 6-7 गधों की, गुर्रों की, टापों की आवाज़ें. അപ്പോൾ 6-7 ഗദോं की, गुर्रों की, टापों की आवाज़ें, അവരുടെ ആ ഗുർറോം ആ ശബ്ദമാണ്, വായിൽ നിന്ന് വരുന്ന ശബ്ദത്തിൻ്റെയും, ടാപ്പോं की ആവാസയും കുളമ്പടി ശബ്ദവും, അതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉൻകെ പീച്ചെ ചൽത്ത, അവർക്ക് പിന്നാലെ നടക്കുന്നു. എക് ഭദൻ ഉഘാടെ കുംഹാർ, ഒരു ക്ഷീണിച്ച് അവശനായിട്ടുള്ള ഒരു കുംഹാർ. കുംഹാർ എന്ന് പറഞ്ഞാൽ കുശവൻ എന്നതാണ്, പോട്ടർ എന്ന രീതിയിലും എടുക്കാം. അപ്പോൾ ഉൻകെ പീച്ചെ ചൽത്ത, അവർക്ക് പിന്നാലെ നടക്കുന്നു. ഏക്ക്, അപ്പോൾ ആ എന്താണ്, ആ കഴുതകൾക്ക്, ആ ശബ്ദമുണ്ടാക്കി നടക്കുന്ന കഴുതകൾക്ക് പിന്നാലെ, ചൽത്ത നടക്കുന്നു. ഏക് ഭദൻ ഉഘാടെ കുംഹാർ, ഒരു ഭദൻ ഉഘാടെ ക്ഷീണിച്ച് അവശനായിട്ടുള്ള കുംഹാർ. പോട്ടർ, എ ബോഡി പിയേഴ്സിംഗ് പോട്ടർ വോക്സ് ബിഹൈൻഡ് ദം. ഇസി ദൃശ്യ കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ, ഈ ഒരു സീനിന് ഇടയിലൂടെ, ഈ ഒരു സീനാണ് ആ മാർക്കറ്റിൻ്റെ സീന്. ഇസി ദൃശ്യ കെ ബീച്ച് സെ, ഈ ഒരു സീനിന് ഇടയിലൂടെ, ഗുസർത്തെ ഹുയെ കടന്നു പോകുന്ന, ദോ സ്കൂളി ബച്ചെ, 2 സ്കൂൾ കുട്ടികൾ, 2 സ്കൂൾ ചിൽഡ്രൻ, ബെല और സാഹിൽ, ബേലയും സാഹിലും, പാസ് ത്രൂ ദ സെയിം സീൻ, ആ സീനിന് ഇടയിലൂടെ 2 സ്കൂൾ കുട്ടികൾ പോകുന്നു, ബെല और സാഹിൽ, ബേലയും സാഹിലും. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. In those days blue ink was filled in the pen for 5 पैसे. ആ കാലങ്ങളിൽ, ഉൻ ദിനവും ആ ദിവസങ്ങളിൽ, ആ കാലഘട്ടത്തിലൊക്കെ പെന്നിൽ 5 പൈസേമേ 5 പൈസയ്ക്ക്, നീലി സ്യാഹി നീല മഷിയുള്ള, സ്യാഹി ഇങ്ക് മഷി, ഭരി ജാതീതി നിറക്കുമായിരുന്നു. അപ്പോൾ മഷി നിറക്കുന്ന പെന്നായിരുന്നു ആ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ 5 പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെന്നിൽ മഷി നിറക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ
അച്ഛന്മാരോടും അമ്മമാരോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാലഘട്ടത്തിലൊക്കെ മഷി നിറക്കുന്ന പെന്നായിരുന്നു. वही तो इस कहानी में बताते थे. इस कहानी तो 1981 में है. ഈ കഹാനി, ഈ ഒരു കഥ 1981 ഉള്ളത് എന്നതാണ് ഈ കഥയിൽ പറയുന്നത്. സ്റ്റേഷനറി കി ദുകാൻ വാലെ ഡ്രോപ്പർ സെ പെൻ മേ സ്യാഹി ഭർത്തേ തെ. സ്റ്റേഷനറി കി ദുകാൻ വാലെ, സ്റ്റേഷനറിയിലുള്ള കടക്കാരൻ, ഡ്രോപ്പർ സെ, അദ്ദേഹത്തിൻ്റെ ആ ഡ്രോപ്പർ, മഷി നിറക്കുന്ന ഡ്രോപ്പർ, നിങ്ങൾ മരുന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡ്രോപ്പർ കണ്ടിട്ടുണ്ടാവും. ആ ഡ്രോപ്പർ കൊണ്ട് പെൻ മേ സ്യാഹി ഭർത്തേതെ, പെന്നിലേക്ക് മഷി, സ്യാഹി മഷി, ഭർത്തേതെ നിറച്ചിരുന്നു. അപ്പോൾ താഴെ വീഴാതിരിക്കാൻ ഡ്രോപ്പർ കൊണ്ട് പെന്നിലേക്ക് മഷി നിറച്ചിരുന്നു. സ്റ്റേഷനറി ഷോപ്പേഴ്സ് യൂസ്ഡ് ടു ഫിൽ ഇങ്ക് ഇൻ ദ പെൻ വിത്ത് ദ ഡ്രോപ്പർ. അപ്പോൾ അടുത്ത ഭാഗം ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം.